Hi all. Previous video നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസും വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസും ആണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് നോർമലൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലാണ്. നോർമലൈസേഷൻ ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ദെൻ BCNF. നാല് നോർമൽ ഫോംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നോർമലൈസേഷൻ ടെക്നിക്സ് എന്താണ്? നോർമലൈസേഷൻ എന്തിനാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. ഒരു ടേബിളിനകത്തുള്ള റിഡൻഡൻസി എലിമിനേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നോർമലൈസേഷൻ ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്, വിച്ച് ഈസ് യൂസ്ഡ് ടു അവോയ്ഡ് ദ റിഡൻഡൻസി ഇൻ എ ടേബിൾ. ഓക്കെ, ഒരു ഡേറ്റാബേസിൽ ടേബിൾസിനകത്തുള്ള റിഡൻഡൻസിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ നോർമലൈസേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നോർമലൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് മിനിമൈസിങ് ദ റിഡൻഡൻസി ഫ്രം എ റിലേഷൻ ഓർ എ സെറ്റ് ഓഫ് റിലേഷൻ വിച്ച് ഹെൽപ്പ് ടു മിനിമൈസ് ദ റിഡൻഡൻസി ഇൻ എ റിലേഷൻ, ഹെൻസ് ടു അവോയ്ഡ് അനോമലീസ്. ഓക്കെ, നോർമലൈസേഷൻ ടപ്പിൾസ് ആർ ഡിവൈഡ് a larger table into smaller tables, then link them using relationship. നോർമലൈസേഷൻ റൂൾസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ലാർജർ ടേബിളിന് സ്മോളർ ടേബിൾസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ട് ഈ സ്മോളർ ടേബിൾസുകൾ തമ്മിൽ എന്ത് ചെയ്യും? ഒരു റിലേഷൻ ലിങ്കുകൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഒരു എഡ്ഗാർ ഗോൾഡ് എന്ന് പറയുന്നതായിരുന്നു ആദ്യമായിട്ട് നോർമലൈസേഷൻ ടെക്നിക്സ് അയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫസ്റ്റ് നോർമൽ ഫോമാണ്. ഫസ്റ്റ് നോർമൽ ഫോം എന്ന് പറയുന്ന ഒരു നോർമലൈസേഷൻ ടെക്നിക്സ്. അപ്പം നോർമലൈസേഷൻ ഫസ്റ്റ് നോർമൽ ഫോം, സെക്കൻഡ് നോർമൽ ഫോം, തേർഡ് നോർമൽ ഫോം, BCNF. അപ്പം ഈ എഡ്ഗാർ എന്ന് പറയുന്ന ആൾ ഫസ്റ്റ് നോർമലൈസേഷൻ ടെക്നിക്കാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദെൻ ലേറ്റർ അത് എക്സ്റ്റെൻഡ് ചെയ്ത് എവിടം വരെ ആയി? സെക്കൻഡ് നോർമൽ ഫോം കണ്ടുപിടിച്ചു, തേർഡ് നോർമൽ ഫോമും കണ്ടുപിടിച്ചു. ദെൻ അതിനുശേഷം എന്താണ്? ബോയ്ക്കോട്ട് എന്ന് പറയുന്ന ഒരാൾ ആണ്. അയാളുടെ ഒരു തിയറി വെച്ചിട്ടാണ് ലാസ്റ്റ് നോർമലൈസേഷൻ ടെക്നിക്കായ ബോയ്ക്കോട്ട് നോർമൽ ഫോം ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നോർമലൈസേഷൻ ടെക്നിക്സ് ഒരു ടേബിളിനകത്തുള്ള റിഡൻഡൻസി എലിമിനേറ്റ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടേബിൾസിനകത്തുള്ള അനോമലീസും എലിമിനേറ്റ് ചെയ്യും. സെയിം തിങ് എന്ത് ചെയ്യും? ഒരു ലാർജർ ടേബിൾസിനെ സ്മോളർ ടേബിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ടേബിൾസുകൾ തമ്മിലുള്ള ഒരു റിലേഷനും കീപ്പ് ചെയ്യും. ഓക്കെ, അപ്പം ഡിഫറെൻറ്റ് നോർമലൈസേഷൻ ടെക്നിക്സ് ആണ്. ഫസ്റ്റ് നോർമൽ ഫോം, സെക്കൻഡ് നോർമൽ ഫോം, തേർഡ് നോർമൽ ഫോം, ദെൻ BCNF, ബോയ്ക്കോട്ട് നോർമൽ ഫോം. ഓക്കെ, BCNF ഇത് ഇയാളുടെ പേരാണ് കേട്ടോ, ആ സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. സോ മെയിൻലി 4 നോർമൽ ഫോംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് നോർമൽ ഫോം. ഫസ്റ്റ് നോർമൽ ഫോം അല്ലെങ്കിൽ 1NF എന്ന് പറഞ്ഞാൽ എന്താണ്? 1NF എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നോർമൽ ഫോം. 1NF എന്ന് പറഞ്ഞാൽ എന്താണ്? ടേബിൾ ഷുഡ് നോട്ട് കണ്ടെയ്നിങ് എനി മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്. അപ്പോൾ മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി എന്താണെന്ന് നമുക്കറിയാം. ഒരെണ്ണം ഒന്നിൽ കൂടുതൽ ആൾക്കാരുമായിട്ട് ഡിപ്പെൻഡ്. ഇപ്പോൾ റോൾ നമ്പർ നെയിം എന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് ഓൺ നെയിം ആയിരിക്കണം. സോ അത് എക്സിസ്റ്റ് ചെയ്യണം. അതിനാണ് മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. സോ ഒരു ടേബിളിനകത്ത് എന്തുണ്ടാവാൻ പാടില്ല? നോട്ട് കണ്ടെയ്നിങ് എനി മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്. ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ട്സ് ഒരു ടേബിളിനകത്ത് ഉണ്ടാവാൻ പാടില്ല. നോക്ക്, ഇപ്പം ഇതിനകത്ത് ഒരാളുടെ പേരേ ഉള്ളൂ, ഇതിനകത്ത് ഒരാളുടെ പേര് അയാളുടെ സ്ട്രീറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ അയാളുടെ മൂവീസ് ഏതൊക്കെയുണ്ട്? 1, 2 മൂവീസ് ഇതിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതിനകത്ത് എത്ര മൂവീസ് ഉണ്ട്? 2 മൂവീസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരാളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒന്നിൽ കൂടുതൽ ഡേറ്റാസിനെ എൻ്റർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിനെയാണ് ഫസ്റ്റ് നോർമൽ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും? ഇയാളെ തന്നെ എന്താക്കി വെക്കുക? ഇയാൾക്ക് എത്ര സിനിമയുണ്ട് ഇതിനകത്ത്? ഫസ്റ്റ് ജാനറ്റ് എന്ന് പറയുന്ന ആൾക്ക് എത്ര സിനിമയുണ്ട്? 2 സിനിമയുണ്ട്. സോ ജാനറ്റ് എന്ന് പറയുന്ന ആളെ നമുക്ക് എന്താക്കി മാറ്റി? 2 ടേബിളാക്കി മാറ്റിയിട്ട് ആ 2 സിനിമയും 2 ടേബിളിൽ നമ്മൾ പ്ലേസ് ചെയ്തു. അതുപോലെ തന്നെ റോബർട്ട് എന്ന് പറയുന്ന ആൾക്ക് എത്ര സിനിമയുണ്ട്? റോബർട്ട് എന്ന് പറയുന്ന ആൾക്കും 2 സിനിമയുണ്ട്. സോ ആ റോബർട്ട് എന്ന് പറയുന്ന ആളെയും നമ്മൾ എന്താക്കി മാറ്റി? 2 ടേബിളാക്കി. റോബർട്ട് ഫിലിപ്പിനെ നമ്മൾ എത്ര ടേബിളാക്കി? 2 ടേബിളാക്കി നമ്മൾ ഡിവൈഡ് ചെയ്തു. ദെൻ ലാസ്റ്റ് റോബർട്ട് ഫിലിപ്പിന് എന്താണ്? മൂന്നാമത്തത് അവസാനത്തെ ടേബിൾ അതുപോലെ തന്നെ നമ്മൾ വെച്ചു. അപ്പം അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫസ്റ്റ് നോർമലൈസേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് നോർമലൈസേഷൻ ടെക്നിക്കിൻ്റെ മെയിൻ തിയറി എന്താണ്? ദ ടേബിൾ ഷുഡ് നോട്ട് കണ്ടെയ്നിങ് എനി മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്. ദ ടേബിൾ ഷുഡ് നോട്ട് കണ്ടെയ്നിങ് എനി മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്. ടേബിൾ ഷുഡ് നോട്ട് കണ്ടെയ്നിങ് എനി മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് എന്നിട്ട് പറഞ്ഞിട്ട് ഈ ഒരു എക്സാമ്പിൾ ഫിഗർ വരയ്ക്കുക. അതിനുശേഷം എലിമിനേറ്റ് ചെയ്ത ഈ ഫിഗറും വരയ്ക്കുക. ഓക്കെ, അപ്പോൾ രണ്ടും വരയ്ക്കണം. ഒന്നാമത്തേനകത്ത് എലിമിനേറ്റ് ചെയ്ത ഫിഗറും വരയ്ക്കണം, രണ്ടാമത്തേനകത്ത് എലിമിനേഷൻ ഇല്ലാത്ത ഫിഗറും വരയ്ക്കണം, ദെൻ എലിമിനേറ്റ് ചെയ്ത ഫിഗറും നമ്മൾ വരയ്ക്കണം. ഓക്കെ, അതാണ് ഫസ്റ്റ് നോർമൽ ഫോം. ക്ലിയർ ആയോ? ദെൻ സെക്കൻഡ് നോർമൽ ഫോം അല്ലെങ്കിൽ 2NF എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടേബിൾ എപ്പോഴും 2NF ആണെന്ന് പറയണമെങ്കിൽ ദ ടേബിൾ മസ്റ്റ് ബി ഇൻ ഫസ്റ്റ് നോർമൽ ഫോം.
ടേബിൾ എന്തായിരിക്കണം, ഫസ്റ്റ് നോർമൽ ഫോമിൽ ഉള്ള ടേബിൾസിനെ മാത്രമേ നമുക്ക് സെക്കൻഡ് നോർമൽ ഫോം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ടേബിളിനകത്ത് ആദ്യം ആ ടേബിൾ എടുക്കുക, ആ ടേബിൾ ആദ്യം ഫസ്റ്റ് നോർമൽ ഫോം ആണോ എന്ന് ചെക്ക് ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക, അതിനെ സെക്കൻഡ് നോർമൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക. സെക്കൻഡ് നോർമൽ ഫോം എന്താണ്, എവരി നോൺ പ്രൈം ആട്രിബ്യൂട്ട് ഷുഡ് ബി ഫുള്ളി ഫങ്ഷണലി ഡിപ്പെൻഡിങ് ഓൺ എ പ്രൈം കീ ആട്രിബ്യൂട്ട്. സോ നമ്മൾ ആ ഡെഫിനിഷൻ ഓർക്കുക, എവരി നോൺ പ്രൈം ആട്രിബ്യൂട്ട് ഷുഡ് ബി ഫുള്ളി ഫങ്ഷണലി ഡിപ്പെൻഡിങ് ഓൺ പ്രൈമറി അല്ലെങ്കിൽ പ്രൈം കീ ആട്രിബ്യൂട്ട്. ഇപ്പം ദാറ്റ്സ് ദാറ്റ് എക്സ് ഇംപ്ലൈസ് എ ഹോൾ, ദെൻ ദെയർ ഷുഡ് നോട്ട് ബി എനി പ്രോപ്പർ സബ്സെറ്റ് ഓഫ് വൈ ഓഫ് എക്സ്. അതായത് വൈ എന്ന് പറയുന്നതിന് ഒരു സബ്സെറ്റ് ഉണ്ടാവാൻ പാടില്ല ഫോർ വിച്ച് വൈ ഇംപ്ലൈസ് എ ഓൾസോ ഹോൾഡ്. അതായത് എക്സ് ഇംപ്ലൈസ് എ ആണെങ്കിൽ വൈ എക്സ് എന്ന് പറയുന്നത് വൈ എന്ന് പറയുന്ന സബ്സെറ്റിൽ ഉണ്ടാവാൻ പാടില്ല, പക്ഷേ വൈ എന്തിലും ഹോൾഡ് ചെയ്യണം, എ എന്ന് പറയുന്നതിലും ഹോൾഡ് ചെയ്യണം. അപ്പം ഇതിനകത്ത് എന്താണ്, അപ്പം നമ്മൾ പറയണം എവരി നോൺ പ്രൈം ആട്രിബ്യൂട്ട് ഷുഡ് ബി ഫുള്ളി ഫങ്ഷണലി ഡിപ്പെൻഡിങ് ഓൺ എ prime key attribute. Every non-prime key attribute is fully functional depending on a prime key attribute. അതിനകത്ത് പ്രൈമറി ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, an attribute which is a part of a candidate key, then it is known as prime key attribute. Non-prime attribute എന്ന് പറഞ്ഞാൽ attribute which is not a part of prime key attribute should be non-prime attribute. അത് prime key attribute എന്ന് പറഞ്ഞാൽ എന്താണ്, attribute should be a part of candidate key, then it is called prime key attribute. Non-prime key attribute എന്ന് പറഞ്ഞാൽ the attribute which should not a part of prime key attribute should be called non-prime attribute. Okay, അതാണ് സെക്കൻഡ് നോർമൽ ഫോം. സെക്കൻഡ് നോർമൽ ഫോമിനും നമ്മൾ ഫിഗർ വരച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഒരു സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന പ്രൊജക്റ്റ് ഉണ്ട്. ഇതിനകത്ത് എന്താണ്, സ്റ്റുഡൻറ്റിൻ്റെ ഐ ഡിയും പ്രൊജക്റ്റിൻ്റെ ഐ ഡിയും സ്റ്റുഡൻറ്റിൻ്റെ നെയിമും പ്രൊജക്റ്റിൻ്റെ നെയിമും ഉണ്ട്. സ്റ്റുഡൻറ്റിൻ്റെ ഐ ഡി വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, സ്റ്റുഡൻറ്റിൻ്റെ നെയിം കണ്ടുപിടിക്കാൻ പറ്റും. പ്രൊജക്റ്റ് ഐ ഡിയും വെച്ച് പ്രൊജക്റ്റിൻ്റെ നെയിം കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ദ സ്റ്റുഡൻറ്റ് പ്രൊജക്റ്റ് റിലേഷൻഷിപ്പ്, ദ പ്രൈമറി ആട്രിബ്യൂട്ട്സ്. ഇതിനകത്ത് പ്രൈം കീ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്, സ്റ്റുഡൻറ്റ് ഐ ഡിയും പ്രൊജക്റ്റ് ഐ ഡിയാണ് നമ്മളുടെ പ്രൈം കീ ആട്രിബ്യൂട്ട്. ഓക്കെ, അക്കോർഡിംഗ് ടു ദ റൂൾ നോൺ കീ ആട്രിബ്യൂട്ട് സ്റ്റുഡൻറ്റ് നെയിം. നോൺ കീ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്, സ്റ്റുഡൻറ്റിൻ്റെ നെയിമും പ്രൊജക്റ്റിൻ്റെ നെയിമാണ്. നോൺ കീ ആട്രിബ്യൂട്ട് സ്റ്റുഡൻറ്റ് നെയിം ആൻഡ് പ്രൊജക്റ്റ് നെയിം മസ്റ്റ് ബി ഡിപ്പെൻഡിങ് ഓൺ ബോത്ത് not on any prime key attribute individually, but we find that the student name can be identified by using student ID, the project name can be identified using project ID. അതായത് എന്താണ്, ഓരോന്നിനെയും നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് സ്റ്റുഡൻറ്റിൻ്റെ ഐ ഡി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റുഡൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പ്രൊജക്റ്റിൻ്റെ ഐ ഡി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, പ്രൊജക്റ്റിൻ്റെ ഐ ഡിനെയും പ്രൊജക്റ്റിൻ്റെ നെയിമിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മളെ ഉദ്ദേശം അതല്ല, ഇതിനകത്ത് ഏതുണ്ടെങ്കിലും രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ രണ്ടിനെയും കണ്ടുപിടിക്കാനായിട്ട് പറ്റാവുള്ളൂ. അപ്പം അതാണ്. പക്ഷേ ഇതിനെ നമുക്ക് എന്താണ്, നോൺ കീ ആട്രിബ്യൂട്ട്സിനെ നമുക്ക് ഇൻഡിവിജ്വലി നമുക്ക് ഈ പ്രൈം കീ ആട്രിബ്യൂട്ട്സ് കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഈ ടേബിൾ എന്ന് പറഞ്ഞാൽ, ഈ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സെക്കൻഡ് നോർമൽ ഫോം സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. സോ ഈ ടേബിളിനെ നമ്മൾ എന്താക്കി, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻ്റ് എന്ന് പറയുന്നൊരു ടേബിളും ആക്കി, പ്രൊജക്റ്റ് എന്ന് പറയുന്ന ടേബിളും ആക്കി. അപ്പോൾ ഇതിനകത്ത് എന്താ, ഇതുണ്ടെങ്കിൽ മാത്രമേ ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റൂ, അതുപോലെ തന്നെ ഇതുണ്ടെങ്കിൽ മാത്രമേ ഇതും കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ എന്താണ്, ഈ ടേബിളിനെ രണ്ടാക്കി, സ്റ്റുഡൻറ്റിൻ്റെ ഐ ഡി വെച്ച് സ്റ്റുഡൻറ്റിൻ്റെ നെയിമും പ്രൊജക്റ്റിൻ്റെ ഐ ഡിയും വെച്ചിട്ടുണ്ട്. പ്രൊജക്റ്റിൻ്റെ ഐ ഡി വെച്ച് ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഇതിനെ കണ്ടുപിടിക്കാം, ഇതുണ്ടെങ്കിൽ ഇതിനെ കണ്ടുപിടിക്കാം. സോ അങ്ങനെയാക്കി നമ്മൾ ടേബിളിനെ സ്പ്ലിറ്റപ്പ് ചെയ്ത് ആ ടേബിളുകൾ തമ്മിലൊരു റിലേഷനും കീപ്പ് ചെയ്ത് കണ്ടോ. ആ റിലേഷനാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്, സ്റ്റുഡൻറ്റിൻ്റെ ഐ ഡിയും പ്രൊജക്റ്റിൻ്റെ ഐ ഡിയും. ഓക്കെ, സോ അതാണ് സെക്കൻഡ് നോർമൽ ഫോം. സെക്കൻഡ് നോർമൽ ഫോമിൻ്റെ മെയിൻ ആയിട്ടുള്ള പോയിൻ്റ് എന്താണ്, എവരി നോൺ പ്രൈം ആട്രിബ്യൂട്ട് ഷുഡ് ബി ഫുള്ളി ഫങ്ഷണലി ഡിപ്പെൻഡിങ് ഓൺ ദ പ്രൈം കീ ആട്രിബ്യൂട്ട്സ്. ദെൻ തേർഡ് നോർമൽ ഫോമിൽ എന്തായിരിക്കണം, ടേബിൾ ഷുഡ് ബി ഇൻ സെക്കൻഡ് നോർമൽ ഫോമിലായിരിക്കണം ടേബിൾ. അപ്പോൾ ഒന്നാമത്തേനകത്ത് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് ഉണ്ടാവാൻ പാടില്ല, അതാണ് ഫസ്റ്റ് നോർമൽ ഫോം. സെക്കൻഡ് നോർമൽ ഫോം എന്ന് പറഞ്ഞാൽ എവരി നോൺ പ്രൈം ആട്രിബ്യൂട്ട് ഈസ് ഫുള്ളി ഫങ്ഷണലി ഡിപ്പെൻഡിങ് ഓൺ ദ പ്രൈം കീ ആട്രിബ്യൂട്ട് ആയിരിക്കണം. ഷുഡ് നോട്ട് ബി നമുക്ക് എവരി നോൺ പ്രൈം ആട്രിബ്യൂട്ട് ഈസ് ഷുഡ് ബി ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡിങ് ഓൺ പ്രൈം കീ ആട്രിബ്യൂട്ട് ആയിരിക്കണം. ദെൻ തേർഡ് നോർമൽ ഫോം അത് സെക്കൻഡ് നോർമൽ ഫോമിലും ആയിരിക്കണം. അതുപോലെ തന്നെ രണ്ട് പ്രോപ്പർ ഉണ്ട്. നോൺ പ്രൈം ആട്രിബ്യൂട്ട് ഈസ് ട്രാൻസിറ്റീവ്ലി ഡിപ്പെൻഡിങ് ഓൺ പ്രൈം കീ ആട്രിബ്യൂട്ട്. ട്രാൻസിറ്റിവിറ്റി ഡിപ്പെൻഡൻസി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നോൺ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എക്സ് ഇംപ്ലൈസ് എ ആണെങ്കിൽ ഒന്നെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഒരു സൂപ്പർ കീ ആയിരിക്കണം, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന പ്രൈം ആട്രിബ്യൂട്ട് ആയിരിക്കണം. എക്സ് ഇംപ്ലൈസ് എ എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആ ടേബിളിനകത്തുള്ള സൂപ്പർ കീ ആയിരിക്കണം, അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഒരു പ്രൈം ആട്രിബ്യൂട്ട് ആയിരിക്കണം.
സോ ഇതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ പ്രൈം ആട്രിബ്യൂട്ട് ഈസ് ട്രാൻസിറ്റീവ്ലി ഡിപ്പെൻഡിങ് ഓൺ പ്രൈം കീ. നോൺ പ്രൈം ആട്രിബ്യൂട്ട് എന്തായിരിക്കണം? ട്രാൻസിറ്റീവ്ലി ഡിപ്പെൻഡിങ് ഓൺ പ്രൈം കീ ആട്രിബ്യൂട്ട് ആയിരിക്കണം. നോൺ പ്രൈം ആട്രിബ്യൂട്ട് ഈസ് നോൺ പ്രൈം, ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ട്സും പ്രൈം കീ ട്രാൻസിറ്റീവ്ലി ഡിപ്പെൻഡിങ് ഓൺ പ്രൈം കീ ആട്രിബ്യൂട്ട്സിനെ ട്രാൻസിറ്റീവ്ലി ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പം എക്സ് ഇംപ്ലൈസ് വൈ, അതിന് എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം? എക്സ് ഇംപ്ലൈസ് വൈ ആണെങ്കിൽ വൈ ഇംപ്ലൈസ് ഇസഡും ആണെങ്കിൽ എന്തുണ്ടാവാൻ പാടില്ല? എക്സ് ഇംപ്ലൈസ് ഇസഡ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യരുത്. അതാണ് ഇവിടെ പറയുന്നത്. നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് ഈസ് ട്രാൻസിറ്റീവ്ലി ഡിപ്പെൻഡിങ് അപ്പോൺ നോൺ പ്രൈം ആയിട്ടുള്ള നോൺ പ്രൈം അല്ലാത്ത ആട്രിബ്യൂട്ട്സ് പ്രൈം കീ ആട്രിബ്യൂട്ട്സിന് ട്രാൻസിറ്റീവ്ലി ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പാടില്ല. അതിനെയാണ് തേർഡ് നോർമൽ ഫോം എന്ന് പറയുന്നത്. തേർഡ് നോർമൽ ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ടേബിൾ തന്നിട്ടുണ്ട്, സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ആണ്. ഇതിനകത്ത് സ്റ്റുഡൻറ്റ് ഐ ഡി എന്ന് പറയുന്നതാണ് നമ്മളുടെ കീ, അതാണ് നമ്മളുടെ പ്രൈമറി കീ എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് ഐ ഡി ആണ്. അതുപോലെ തന്നെ വി ക്യാൻ ഫൈൻഡ് ദ സിറ്റി ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ബൈ യൂസിങ് സ്റ്റുഡൻറ്റ് ഐ സി ആസ് വെൽ ആസ് സിപ്പ് ഇറ്റ് സെൽഫ്. നമുക്ക് എന്താണ് ഇത് സ്റ്റുഡൻറ്റ് ഐ ഡി വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിറ്റിനെയും കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ സിപ്പിനെയും നമുക്ക് ഇസഡ് ഐ പിനെയും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നെയ്തർ ഇസഡ് ഐ പി ഈസ് എ സൂപ്പർ കീ ഓർ നോർ ഈസ് സിറ്റി ഈസ് എ പ്രൈം കീ. ഒന്നെങ്കിൽ ഇസഡ് ഐ പി എന്ന് പറയുന്ന ഒരു സൂപ്പർ കീ ആയിരിക്കണം, അല്ലെങ്കിൽ സിറ്റി എന്ന് പറയുന്ന ഒരു പ്രൈം ആട്രിബ്യൂട്ട് ആയിരിക്കണം. അഡീഷണലി ഇസഡ് ഐ പി സ്റ്റുഡൻറ്റ് ഐ ഡി ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ഇസഡ് ഐ പി ആൻഡ് സിറ്റി ദർ എക്സിസ്റ്റ് എ ട്രാൻസിറ്റിവിറ്റി ഡിപ്പെൻഡൻസി. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് തമ്മിൽ ഡിപ്പെൻഡൻ്റ് ആണ്. എക്സ് ഇംപ്ലൈസ് ഇസഡ് ആണെങ്കിൽ ഇസഡ് ഇംപ്ലൈസ് എക്സ് സിറ്റി ആയിരിക്കും. സോ നമുക്കിവിടെ എന്ത് ചെയ്യത്തില്ല? നമ്മളുടെ തേർഡ് നോർമൽ ഫോം വയലേറ്റ് ചെയ്യും. സോ നമ്മൾ ഈ ടേബിളിനെ എന്താക്കി സ്പ്ലിറ്റ് ചെയ്യും? രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യും. ഏതൊക്കെ ആക്കി മാറ്റും? സ്റ്റുഡൻറ്റ് ഐ ഡിയും ആക്കി മാറ്റും, അതുപോലെ തന്നെ സിപ്പ് കോഡ് ആക്കി മാറ്റും. സിപ്പിനകത്ത് വെച്ചിട്ട് നമുക്ക് രണ്ടെണ്ണം ആക്കാൻ പറ്റും. സ്റ്റുഡൻറ്റിനെ വെച്ചിട്ട് സ്റ്റുഡൻറ്റ് നെയിം സിപ്പും ആക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ടേബിളിനെ ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു? നോർമലൈസേഷൻ അവോയ്ഡ് ചെയ്തു. അതാണ് തേർഡ് നോർമൽ ഫോം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ദെൻ ലാസ്റ്റ് നോർമൽ ഫോമാണ് BCNF. BCNF എന്താണ്? ബോയ് കോഡഡ് നോർമൽ ഫോം. ബോയ് കോഡഡ് നോർമൽ ഫോം ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് തേർഡ് നോർമൽ ഫോം. തേർഡ് നോർമൽ ഫോമിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് BCNF അല്ലെങ്കിൽ ബോയ് കോഡഡ് നോർമൽ ഫോം എന്ന് പറയുന്നത്. ഓൺ സ്ട്രിക്റ്റ് ടേംസ് BCNF സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ എനി നോൺ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എക്സ് ഇംപ്ലൈസ് എ, എക്സ് മസ്റ്റ് ബി എ സൂപ്പർ കീ. എന്തെങ്കിലും ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എക്സ് ഇംപ്ലൈസ് എ എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എക്സ് എന്തായിരിക്കണം? സൂപ്പർ കീ ആയിരിക്കണം. എന്തിനാണോ നമ്മൾ ഡിപ്പെൻഡൻസി പറയുന്നത് ആ ഡിപ്പെൻഡൻസി എന്തായിരിക്കണം? സൂപ്പർ കീ ആയിരിക്കണം. ആ ടേബിളിലെ സൂപ്പർ കീ ആയിരിക്കണം. ഫോർ എനി നോൺ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എക്സ് ഇംപ്ലൈസ് വൈ ദെൻ എക്സ് മസ്റ്റ് ബി എന്തായിരിക്കണം? സൂപ്പർ കീ ആയിരിക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് സ്റ്റുഡൻറ്റ് ഐ ഡിയും സ്റ്റുഡൻറ്റ് നെയിമും സിപ്പും ഉണ്ടെങ്കിൽ ഇതിനകത്ത് സ്റ്റുഡൻറ്റ് ഐ ഡി എന്തായിരിക്കണം? സൂപ്പർ കീ ആയിരിക്കണം. ഇൻ ദി ഇമേജ് സ്റ്റുഡൻറ്റ് ഐ ഡി ഈസ് എ സൂപ്പർ കീ ഓൺ എ റിലേഷൻ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ആൻഡ് ഇസഡ് ഐ പി ഈസ് ദ സൂപ്പർ കീ ഇൻ എ റിലേഷൻ സിപ്പ് കോഡ്. ഇതിനകത്ത് എന്താണ്? ഇതിനകത്ത് ഇതാണ് സൂപ്പർ കീ, ഇതിനകത്ത് ഇതാണ് സൂപ്പർ കീ. ഓക്കെ, ഇസഡ് ഇംപ്ലൈസ് സിറ്റി എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സ്റ്റുഡൻറ്റ് ഐ ഡി ഇംപ്ലൈസ് സ്റ്റുഡൻറ്റ് നെയിം ആൻഡ് സിപ്പ്. ഓക്കെ, അതാണ് BCNF. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ എപ്പോഴും നമ്മൾ ഓർക്കണം. ഫോർ എനി നോൺ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എക്സ് ഇംപ്ലൈസ് വൈ ദെൻ എക്സ് മസ്റ്റ് ബി എ സൂപ്പർ കീ. ഓക്കെ, അപ്പം ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നോർമലൈസേഷൻ ടെക്നിക്സ്. നിങ്ങൾക്ക് ഞാനിത് വളരെ വളരെ സിമ്പിളാക്കി വെച്ചിരിക്കുകയാണ്. ശരിക്കും നിങ്ങളുടെ നോട്ട്സിലൊക്കെ എന്താണ് വെരി വാസ്റ്റായിട്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റിനകത്തൊക്കെ കൊടുക്കുന്നത്. നിങ്ങൾക്കത് വായിച്ച് തന്നെ ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. സോ നോർമലൈസേഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക്ക് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം മാത്രം, എന്താണ് നോർമലൈസേഷൻ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നോർമലൈസേഷൻ, ഫസ്റ്റ് NF, സെക്കൻഡ് 2NF, 3NF, ദെൻ ബോയ് കോഡഡ് 1NF, 2NF, 3NF, then BCNF. ഓക്കെ, ബോയ് കോഡഡ് നോർമൽ ഫോം. ഓക്കെ, BCCN. ഓക്കെ, അപ്പം എന്താണെന്നുള്ളതും വിത്ത് എക്സാമ്പിൾ. ഒരു നോർമലൈസേഷൻ പറഞ്ഞാൽ എന്താണ് ഫസ്റ്റ് നോർമലൈസേഷൻ, ആ നോർമലൈസേഷൻ്റെ ടേബിള്, അതിനെ എലിമിനേറ്റ് ചെയ്യുന്ന ടേബിളും വരയ്ക്കണം. ഈ രണ്ട് ടേബിളും വരയ്ക്കണം. ഓക്കെ, ഈ ടേബിളും വരയ്ക്കണം, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ടേബിളും വരയ്ക്കണം. ഓക്കെ, രണ്ട് ടേബിളും വരച്ചിട്ട് വേണം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാൻ. അതർവൈസ് എന്താണ്? വളരെ കൺഫ്യൂസിങ് ആയിരിക്കും. ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും നിങ്ങൾക്ക്. സോ അതിനെ അപ്പോൾ രണ്ട് ടേബിളും വരയ്ക്കണം. അതുപോലെ തന്നെ സെക്കൻഡ് നോർമൽ ഫോം ആ സ്റ്റുഡൻറ്റിൻ്റെ ആണെങ്കിൽ ആ സ്റ്റുഡൻറ്റിൻ്റെ ടേബിൾ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് വരച്ച് കാണിച്ചു കൊടുക്കണം. ഓക്കെ, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളിത് വരയ്ക്കണം. ഓക്കെ, ദെൻ തേർഡ് നോർമൽ ഫോം അതുപോലെ BCNF അതുപോലെ. ഓക്കെ, അപ്പം നോർമലൈസേഷൻ ടെക്നിക്സ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ മൊഡ്യൂൾ ഇതിലെ ലാസ്റ്റ് ടോപ്പിക്സ് ഏതാണെന്ന് നോക്കട്ടെ.
നമ്മൾ സിലബസിനകത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, നമ്മൾ പറഞ്ഞു ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡിപ്പെൻഡൻസി ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത് മിനിമൽ കവർ ഉണ്ട്. ഓക്കെ, പ്രൂഫ് റിക്വയർഡ് അല്ല, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇക്വലൻസ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയും മിനിമൽ കവറും അത് നമുക്ക് പറയാനുണ്ട്. ദെൻ ലോസ്ലെസ് ജോയിൻ, ഡിപ്പെൻഡൻസി പ്രിസർവിങ് ഡീകമ്പോസിഷനും, അൽഗോരിതം ഫോർ ചെക്കിംഗ് ദ ലോസിയസ് ജോയിൻ, ദെൻ ഡിപ്പെൻഡൻസി പ്രിസർവിങ് പ്രോപ്പർട്ടീസ്. അപ്പോൾ മെയിൻലി ഒരു 3 ടോപ്പിക്സും കൂടെ ഉള്ളൂ 4th മൊഡ്യൂളിൽ. അത് കഴിയുമ്പോൾ നമുക്ക് 4th മൊഡ്യൂൾ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. നോർമലൈസേഷൻ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ 4th മൊഡ്യൂൾ. ഒരിക്കലും സ്കിപ്പ് ചെയ്ത് ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയും എന്താണ് നോർമലൈസേഷൻ ടെക്നിക്സും. ഓക്കെ, താങ്ക് യു.